നമ്മളിന്ന് കോഴിക്കോട് കക്കോടിയിലുള്ള ശാന്തിഗിരി ആശ്രമം കാണാനാണ് പോകുന്നത്. കോഴിക്കോട് നിന്ന് വരികയാണെങ്കിൽ വെറും 12 കിലോമീറ്റർ ഉള്ളൂ ഇവിടേക്ക്. ഡൽഹിയിലുള്ള ലോട്ടസ് ടെമ്പിളിൻ്റെ ഏകദേശ മാതൃകയിലാണ് ശാന്തിഗിരി ആശ്രമം പണി കഴിപ്പിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിയ കുന്നൊക്കെ കയറി കഴിഞ്ഞിട്ടുണ്ട്. ശാന്തിഗിരി ആശ്രമത്തിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് ഒരു പാർക്കുണ്ട്. ഒരു പണി പൂർണ്ണമായിട്ട് കഴിഞ്ഞില്ല എന്ന് തോന്നുന്നു. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം, ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനെ കുറച്ചേരം ഞങ്ങൾ പാർക്കിലിരുന്ന് പാർക്കിൻ്റെ കാഴ്ച കണ്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോഴാണ് ശാന്തിഗിരി ആശ്രമത്തിൻ്റെ മെയിൻ ഗേറ്റ് കാണുന്നത്. നമ്മൾ മുന്നോട്ട് പോകുന്തോറും ഓരോ മാർഗനിർദ്ദേശങ്ങളുണ്ട്. അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് ജില്ലയിലെ പറമ്പിൽ ബസാർ ഗ്രാമത്തിൽ 13.76 ഏക്കറിൽ പരന്നു കിടക്കുന്ന ആനവാ കുന്നുകളിലാണ് ശാന്തിഗിരി ആശ്രമം കക്കോടി ശാഖ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് അവരുടെ പൊതു നിർദ്ദേശങ്ങൾ. ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്നങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് സംഭവങ്ങളുണ്ട്. പിന്നെ കുറച്ചുംപാട് നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വിശാലമായ കുന്നിൻ്റെ മുകളിൽ കൂടെയുള്ള കാഴ്ചകൾ മൊത്തം കാണാം. നമ്മൾ പോകുന്ന വഴിക്ക് കുന്നിൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ ടെമ്പിൾ ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ഇപ്പം അങ്ങനെ കൂടുന്ന പോലെ തോന്നും. അങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു സൈഡിൽ കാറും ഒരു സൈഡിൽ ബൈക്കൊക്കെയാണ്. പിന്നെ അടിയിലൊരു ചായക്കടി അങ്ങനെ എന്തൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ തന്നെ നമ്മൾ കാലൊക്കെ കഴുകിയിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. നമ്മുടെ അമ്പലത്തിലും പള്ളിയിലൊക്കെ കയറുമ്പോൾ തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ മതക്കാർക്കും ഇവിടെ കയറാൻ പറ്റും എന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ആശ്രമത്തിൽ നമുക്ക് എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി വന്ന് അവിടെ ഫുള്ള് മണൽ കൊണ്ട് വിരിച്ചിരിക്കുന്നത്. ഈ മണ്ണൊന്നല്ല, ഫുള്ള് മണലായിട്ട്. അങ്ങനെ നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ഭംഗി ഒന്ന് ആസ്വദിക്കുക. നല്ല രസമുണ്ട് കാണാൻ. പിന്നെ സൈഡിലൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഓരോ പോസ്റ്റിൻ്റെ മുകളിലും ഓരോ വചനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല ഫുള്ള് മാർബിൾ വിരിച്ചിട്ട് നല്ല നമുക്ക് ഉള്ളോട്ടുള്ള ക്യാമറ ഒന്നും അവർ സമ്മതിക്കില്ല കേട്ടോ. ഇതുവരെ കാണാൻ പറ്റുള്ളൂ. സംഭവം വിളക്കുണ്ട്, പിന്നെ ഒരു ഫോട്ടോ ഉണ്ട്. ഈ ടെമ്പിളിൻ്റെ ഉള്ളിൽ കയറിയപ്പം തന്നെ ഒരു ശാന്തമായ അന്തരീക്ഷമാണ്. പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചുറ്റും റൗണ്ട് അടിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടെമ്പിൾ 3 നേരം പ്രാർത്ഥന ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. രാവിലെ, ഉച്ചയ്ക്കും അതുപോലെ തന്നെ രാത്രിയും. നമ്മളെ ബീച്ചിലൊക്കെ പോയി ഇരിക്കുമ്പോഴൊക്കെ തോന്നും. ഇതിൻ്റെ ഉൾഭാഗം കണ്ട് എന്ത് ഭംഗിയാണ്. ഫോട്ടോ എടുക്കുമ്പോൾ നല്ല വൃത്തിക്കുള്ള ഫോട്ടോ കിട്ടുന്നുണ്ട്. ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പുഷ്പാഞ്ജലി കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ.